ഹലോ ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇത് രാവിലത്തെ ഒരു വീഡിയോ ആണ്. രാവിലെ മീൻസ് ഒരു 10 മണി ആ സമയത്താണ് എൻ്റെ മോള് അവളുടെ ഫ്രണ്ട് ഇവിടെ താമസിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ രണ്ടുപേരും ഫുഡ് കഴിക്കുന്നത്. അവളുള്ളതുകൊണ്ടാണ് ഇത്രയെങ്കിലും നേരത്തെ എൻ്റെ മോള് എണീറ്റ് കേട്ടോ. പിന്നെ എൻ്റെ രാവിലത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് ഇതാ മോനെ മുടി വെട്ടാതിരിക്കുന്നുണ്ട് കേട്ടോ. അവരെ മുടി വെട്ടാൻ ഭയങ്കര ടാസ്ക്കാണ്. അവൻ അയ്യോ അമ്മേ എനിക്ക് അവിടെ വേദന ഇവിടെ വേദന പറയുമ്പോൾ ട്രിമ്മർ വെച്ചതാണ് നമ്മൾ ചെയ്യുന്നത്. എന്നാലും അവനിങ്ങനെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വോട്ട് ചെയ്യാൻ പോയി കേട്ടോ. ഇതൊക്കെ നമ്മുടെ വീടിൻ്റെ മതിലാണ് കേട്ടോ. ഒരുപാട് പിക്ചറുകളുണ്ട്. അപ്പോൾ ഏതാണ് എന്താണെന്ന് ഇപ്പോൾ ആരടുത്തും പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് വോട്ട് ചെയ്യാൻ ഉണ്ടായിരുന്നത് പിന്നെ ഗാദിസിയ സ്കൂളിലായിരുന്നു 8-4 എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ ഇവിടെ ഫറോക്കാണല്ലോ, ഫറോക്ക് 8-4. അപ്പം ആ സ്കൂളിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ സ്ഥാനാർത്ഥി അവിടെ ഉണ്ട്, ദിവ്യ ഗിരീഷ്. അപ്പം ദിവ്യ ഗിരീഷ് നമ്മൾ കുറേ നേരം സംസാരിച്ചു കേട്ടോ. നമ്മൾ അവർക്കാണ് വോട്ട് ചെയ്തത്, വെളിപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ പിന്നെ ഞാനിതാ നമ്മളൊരു ജാതി കിട്ടും കേട്ടോ. ഒരു ബസ്സിനുള്ള ആളെ ഉണ്ട് വോട്ട് ചെയ്യാൻ പോയത്. നമ്മളെപ്പോഴും ഇങ്ങനെ എല്ലാ വർഷവും ഇങ്ങനെ കേട്ടോ വോട്ട് ചെയ്യാൻ പോവാറ്. നമ്മുടെ എല്ലാ അയൽവാസികളെയൊക്കെ കൂട്ടി അടിച്ച് പൊളിച്ചിട്ടാണ് നമ്മൾ പോവാറ്. അങ്ങനെ നമ്മൾ വോട്ടൊക്കെ ചെയ്ത് വോട്ട് ചെയ്ത അടയാളമൊക്കെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക്. പിന്നെ ഈ വീഡിയോ 2 ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. എനിക്ക് അന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അവർ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എനിക്ക് അന്ന് എടുക്കാൻ പറ്റിയില്ല. ഇതൊക്കെ അന്നത്തെ വീഡിയോ കേട്ടോ. മോനെ പഠിപ്പിക്കുന്ന ഒരു ചെറിയൊരു ഷോർട്ടാണ്. അപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആൾ മെയിനായിട്ടൊന്ന് അങ്ങനെ. പിന്നെ ഞാൻ എടുത്തത് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ എടുത്തത്. രാവിലെ ഇല്ല, രാത്രിത്തെ മക്കൾ ഭക്ഷണം കഴിക്കുന്നു. ഉച്ചത്തെ വീഡിയോ വൈകിട്ട് വീഡിയോ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ രാത്രി ഫുഡ് ഞാൻ രാത്രി ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഉച്ചയ്ക്ക് ഞാൻ വീട്ടിലില്ലായിരുന്നു. അപ്പം പപ്പടം ഉണ്ടായിരുന്നു, പയറുപ്പേരി, അച്ചാറ്, പിന്നെന്താ മത്തി പൊരിച്ചതുണ്ടായിരുന്നു, പിന്നെ പച്ചക്കറി മത്തനും പരിപ്പും മത്തനോട്ട് വെച്ചേ. അപ്പോൾ അവർ ഫുഡൊക്കെ കഴിക്കായിരുന്നു കേട്ടോ. രണ്ടുപേരും ഒരുപോലെ തോന്നുന്നുണ്ടല്ലേ കണ്ടിട്ട്, സ്കെൽട്ടായിട്ട്. പിന്നെയും കുറച്ചും കൂടി ബെറ്റർ എൻ്റെ മോളാന്ന് തോന്നുന്നു. ഈ വത്സായിട്ട് ഇരിക്കുന്ന കേട്ടോ എൻ്റെ മോള്. തീരെ വരാത്തൊരാളാണ് നമ്മുടെ വീഡിയോയിൽ. അപ്പോൾ ആദ്യമായിട്ടായിരിക്കും അവളുടെ ഫേസ് കാണുന്നത്. അവളുടെ ഫ്രണ്ട് കൂടെ ഉള്ളത് കൊണ്ടാവാം. പിന്നെ കാലത്ത് ഞാൻ പിറ്റേ ദിവസം രാവിലെ എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ പത്തിരി ചുടുന്നുണ്ട്. കറി ചെറുപയറും കറി കേട്ടോ. പത്തിരിയും ചെറുപയറും കറിയാണ്. നമ്മളൊരു വിധമൊക്കെ അടുപ്പത്താട്ട വെക്കാറ്. പിന്നെ ഒഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ഗ്യാസിലേക്ക് മാറാം. എനിക്ക് സമയം ഉണ്ടാകത്തില്ലല്ലോ. അപ്പോൾ എനിക്ക് കൊണ്ടുപോകാൻ ചോറിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ ഉണക്കച്ചെമ്മീൻ വിലത്തിയതുണ്ട് കേട്ടോ. ചിക്കൻ. പക്ഷേ അതിലേക്കുള്ള സാധനങ്ങളാണ് ഉണക്കമുളക്, കടുക്, പിന്നെന്താ ചെറിയുള്ളി, വെളുത്തുള്ളി കുത്തിയിടപ്പടച്ചത്. ഇത് നമ്മുടെ ഉണക്കച്ചെമ്മീൻ ഉലർത്തിയത്. അതായത് വലിയുള്ളിയും ഉണക്കച്ചെമ്മീനും നമ്മൾ വെളിച്ചെണ്ണയിലിട്ടൊന്ന് വഴറ്റും. പിന്നെ കുറേ നേരം വെള്ളത്തിലിടുന്നുണ്ട്, അതിൽ ഉപ്പൊക്കെ പോവും. അപ്പോൾ കുറച്ച് ഉപ്പിടുക, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി അങ്ങനെയൊക്കെ ഇടുക. എന്നിട്ട് നന്നായിട്ടത് ചെറുതീര് നമ്മൾ വേവിക്കാം. വേറൊന്നും ചെയ്യണ്ട. നല്ല അപ്പാര ടേസ്റ്റാണ് ഇത്. ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒരു കറിയും വേണ്ട കേട്ടോ. നമുക്ക് ചോറിക്ക് കഴിക്കാം. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. അടിപൊളി ടേസ്റ്റ് കേട്ടോ. പിന്നെ ഞാനിത് അടുപ്പത്ത് നമ്മൾ ഉപ്പേരി വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് മൊത്തം കൂടി കഴിക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ അപ്പം തന്നെ ഉണ്ടാക്കി കേട്ടോ. അതിലേക്ക് കടുക് പൊട്ടിച്ചു. പിന്നെ ഞാൻ ചെറിയുള്ളിയും വെളുത്തുള്ളിയും കുത്തിയിട്ടുണ്ടായിരുന്നു, അത് അതിലേക്ക് ഇടുന്നു. പിന്നെ ഉണക്കമുളക് വറുത്തതും, ഇത് മൂന്നും കൂടി നമ്മൾ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഞാനെല്ലാം സിമ്മിലോട്ട് വേവിക്കുക. നമ്മൾ ഹൈയിൽ വെച്ച് പെട്ടെന്ന് വേകുന്നതായിരിക്കുന്നത് വെറുതെയാണ് കേട്ടോ. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. എന്നാലും ഞാൻ ആ ഒരു ഓളത്തെ അങ്ങോട്ട് പറഞ്ഞു പോകാം കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വയ്ക്കും കേട്ടോ. അപ്പോൾ ഒന്ന് മിക്സ് ആയിക്കോട്ടെ. ഉള്ളിയിലൊക്കെ ഒന്ന് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ മിക്സ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട്. പിന്നെന്താ വേറെ വിശേഷം. അപ്പം രാവിലെ എനിക്ക് എന്താ പറയുക, കയ്യിൽ വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. എനിക്ക് വീഡിയോ ഒന്നും എടുത്തരാൻ ഈ സമയത്ത് ആരും ഉണ്ടാവാറില്ല, സത്യം അതാണ്. അപ്പോൾ ഇനി ഒരു ട്രൈപാഡൊക്കെ വാങ്ങിക്കണം എന്നൊരാഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ വളരെ ഒരു ആഗ്രഹം എന്താ വെച്ചാൽ ഇതിന്നൊരു ഏണിങ്സ് കിട്ടിയിട്ട് വാങ്ങണം എന്നാണ്. പക്ഷേ എൻ്റെ ലോങ് വീഡിയോ ഒരൊറ്റ മനുഷ്യർ കാണുന്നില്ല. അത് ഭയങ്കര സങ്കടമുണ്ട്. അപ്പോൾ ഇനി ഷോർട്സൊക്കെ ഇടുമ്പോൾ അതിൽ ക്യാപ്ഷനായിട്ട് കൊടുക്കണം, നിങ്ങളെൻ്റെ ലോങ് വീഡിയോ കാണണം ഇന്ന് ഇടും എന്നുള്ളത് ഞാൻ ഇടേണ്ടി വരും. അല്ലാതെ ഇപ്പോൾ ആരും കാണത്തില്ല. അപ്പോൾ നമുക്ക് ഏണിങ്സൊക്കെ ഇടണമെങ്കിൽ നമ്മുടെ ലോങ് വീഡിയോ തന്നെ നമുക്ക് തരണം. അങ്ങനെ ഞാനതൊക്കെ ഇട്ടു. പിന്നെ പച്ചമുളകും പയറും കറിവേപ്പിലയും കൂടി ഇട്ടു കേട്ടോ. അതിട്ടിട്ട് അതിന് കൂടെ കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്യും. എന്നാലത് വേവക്കാനൊരു
ടൈം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് അടിയിൽ പിടിക്കും. എൻ്റെ ചീഞ്ചട്ടി പാത്രങ്ങളുടെ ഭംഗി കൊണ്ടിട്ട് ആരും എന്താ പറയുക അത്ഭുതപ്പെടേണ്ട. എൻ്റെ പാത്രം ഇങ്ങനെയാണ്, നല്ല പാത്രങ്ങൾ ഉണ്ട് ഇവിടെ. പക്ഷേ ഇതൊന്ന് എന്താ പറയുക ഒന്നും കൂടി കേട് വന്നിട്ട് എടുക്കാൻ കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ ചില ആൾക്കാർ നമുക്ക് കമൻ്റ് ഇടും, ഇങ്ങനത്തെ പാത്രത്തിൽ വെക്കരുത്, ഹെൽത്തിന് നല്ലതല്ലാന്ന്. പക്ഷേ ഇതിനെ വെച്ചാൽ എനിക്ക് ഹെൽത്ത് കുറച്ചും കൂടി കൂടും അങ്ങനെ. അപ്പോൾ ഇതാ നമ്മൾ പ്രകൃതിയായി നമ്മൾ പണികൾ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ രാവിലെ ആയപ്പോൾ ഞാൻ മുറ്റം അടിച്ച് കയറിയിട്ടുണ്ടായിരുന്നു. എണീറ്റപ്പാടെ ഞാൻ ആകമൊക്കെ അടിച്ചേരി തുടച്ചു കേട്ടോ. പിന്നെ അതിന് ശേഷം മുറ്റമൊക്കെ അടിച്ച് വാരിയിട്ടാണ് പിന്നെ കുക്കിംഗ് ചെയ്യാൻ വരുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ തുടക്കലുണ്ട് കഴിഞ്ഞാൽ ഒരു വലിയൊരു പണി കഴിഞ്ഞു. പിന്നെ ഇനി എനിക്ക് ഈ അടുക്കളയിലത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഇനി എന്താ തിരുമ്പാൻ പോകണം, അതായത് വാഷിംഗ് ഉണ്ട്. അപ്പോൾ എനിക്ക് മാത്രം ചോറ് വെച്ചെന്ന്, മോൾക്ക് സ്കൂളില്ല. അപ്പം ചോറ് ഊറ്റി ഇട്ടിട്ട് കുക്കറിലാണ് വെച്ചത്. ഞങ്ങൾക്കുള്ള ചോറ് അടുപ്പത്താണ് വെക്കുക കേട്ടോ. അപ്പോൾ അത് അടുപ്പത്ത് ഞാൻ ചെമ്പ് കയറ്റിയിട്ടുണ്ട്. നമ്മുടെ എന്താ പറയുക പത്തിരിയൊക്കെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വർക്ക് ഏരിയയാണ്. അപ്പോൾ അതിൻ്റെ കോലം കണ്ടിട്ട് ആരും ഞെട്ടണ്ട. വർക്ക് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ, വർക്ക് ചെയ്യുന്ന ഏരിയയാണ്. ഞാൻ കുറേ വീഡിയോസ് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വർക്ക് ഏരിയയുടെ കോലം കണ്ടിട്ട്. പിന്നെ അടുക്കള തയ്യാറാണ്, പിന്നെ നല്ല അടിപൊളിക്ക് നീറ്റിലുണ്ടാവും കേട്ടോ. അപ്പോൾ അതൊരു വിധം നമ്മുടെ എന്താ പറയുക ചെമ്മീൻ ഉലർത്തിയത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനിതാ ഒരു വാഴയില കൊണ്ടുപോയി വെട്ടിയിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് വാട്ടണം കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ മോന് ഇതൊന്നും പറ്റില്ല, അവന് സ്കൂളിൽ ചോറുണ്ടാകും, പക്ഷേ എന്തെങ്കിലും സൈഡായിട്ട് നമ്മൾ കൊടുത്തയക്കും. അപ്പോൾ ഞാൻ പൊട്ടറ്റോ വറക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ചിക്കൻ മസാലയും മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ കുറച്ച് നേരം കുഴച്ച് വെച്ചിട്ടാണ് നമ്മൾ വറക്കുക കേട്ടോ. പിന്നെ ഇതാ ഞാൻ ഇലയും പേപ്പറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ചോറ് നമുക്കതിലേക്ക് ഇടാം കേട്ടോ. അപ്പോൾ ഞാനതൊരു ഫോണൊരു ഭാഗത്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്, അല്ലാതെ എനിക്ക് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതാ കൊട്ടക്കാരിൽ നിന്ന് ചോറ് കുറേശ്ശെയായിട്ട് ഇടുന്നുണ്ട്. അത് ഫുള്ള് കഴിക്കുന്ന യാതൊരു എന്താ പറയുക ഇതുമില്ല. ഞാൻ ഇപ്പോൾ കുറേ ആയിട്ട് ഡയറ്റിലാണ്. അപ്പോൾ ഡയറ്റ് ചെയ്യുന്നതുകൊണ്ട് നല്ല രീതിയിൽ മെലിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം വർക്കിന് പോകുന്നതുകൊണ്ട് അത്യാവശ്യം കുറയുന്നുണ്ട്. അപ്പോൾ അതാ ചോറ് നല്ല കുത്തിരിച്ചോറ്, നല്ല റേഷൻ കടയിലത്തെ ചോറാണ് എനിക്കിഷ്ടം. ചാപ്പരി ഉണ്ട് ഇവിടെ, പക്ഷേ ഞാനത് എനിക്കിഷ്ടമല്ല. ഈ റേഷൻ കടയിലത്തെ അരിക്ക് എന്താ അറിയില്ല, ഭയങ്കര ഇഷ്ടമാണ്. പിന്നെന്താ നമ്മളിതാ അതിലേക്ക് എന്താ പറയുക ചെമ്മീൻ ഇതാ ഉലർത്തിയത് ഞാൻ ഇട്ട പേരാണെങ്കിൽ അത് തന്നെയാണോ അതിൻ്റെ കറക്റ്റ് നെയിമൊന്നും എനിക്കറിയത്തില്ല. അപ്പം ഞാൻ അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ അടുത്തതായിട്ട് നമ്മുടെ കുറച്ച് പയറിൻ്റെ ഉപ്പേരി അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മക്കൾക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അമ്മയ്ക്ക് ആ പണിയില്ലല്ലോ, നമുക്ക് പിന്നെ കറി വെച്ചാൽ മതിയാവും. അപ്പോൾ അതാ ഉപ്പേരി റെഡി. ഉപ്പേരി അതിലേക്ക് ഇതാക്കിയിട്ടുണ്ട്. ശരിക്കും ആ ഉപ്പേരി തന്നെ കൂട്ടി കഴിച്ച് നല്ല ടേസ്റ്റാണ്. അതിൽ പച്ചമുളകും ഉണക്കമുളകും മഞ്ഞളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു കറീൻ്റെ ടേസ്റ്റ് തന്നെ കേട്ടോ. അപ്പം ഇതൊക്കെ തന്നെ ഒരു നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഇനി ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആഴ്ചയിൽ 2-3 ലോങ് വീഡിയോസ് ഇടാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ എന്താ മോൻ്റെ പൊട്ടറ്റോ ഒക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അപ്പുറത്തെ ഗ്യാസിൽ ഞാൻ മോന് വെള്ളം കുടിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ വീഡിയോ. മറ്റാളിതാ വന്നിട്ടുണ്ട്, ബ്രഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.